السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മഹാനായ സഹാബി സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്ന ക്ലാസ്സിലാണുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സഈദ് ഇബ്നു ആമിർ റജുലുൻ ഇശ്തറ അൽ-ആഖിറത ബിദ്ദുനിയ. സഈദ് ഇബ്നു ആമിർ അദ്ദേഹം ഇശ്തറ അൽ-ആഖിറത ബിദ്ദുനിയ, ആഖിറത്തിനു വേണ്ടി ദുനിയാവിനെ വിറ്റ സഹാബിയാണ്. വആസറ അല്ലാഹ വറസൂലഹു അലാ സിവാഹുമാ, അല്ലാഹുവിനും റസൂലിനും ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയ സഹാബിയാണ്. മറ്റെല്ലാത്തിനേക്കാളും അല്ലാഹുവിനും റസൂലിനും കൂടുതൽ സ്ഥാനം നൽകിയ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം അത് പറഞ്ഞു തുടങ്ങുന്നത് ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം യുവത്വത്തോടടുത്ത് നിൽക്കുന്ന പ്രായപൂർത്തിയോടടുത്ത് നിൽക്കുന്ന പ്രായം. തൻഈമിലേക്ക് ഖുറൈശികളെല്ലാവരും തിരക്ക് പിടിച്ചു പോവുകയാണ്. ഖുറൈശി പ്രമുഖന്മാരെല്ലാവരുമുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു അത്? ഖുബൈബ് ഇബ്നു അദി എന്ന ആ സഹാബിയെ കൊലപ്പെടുത്തുന്നതിന് കാണുന്നതിനു വേണ്ടിയാണ് എല്ലാവരും തിരക്ക് പിടിച്ച് തൻഈമിലേക്ക് പോകുന്നത്. അദ്ദേഹത്തെ അന്യായമായി പിടിച്ചുകൊണ്ടുവരികയും എന്നിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനാണ് അവരെല്ലാം പോകുന്നത്. ഇദ്ദേഹം ഒരു യുവാവായതുകൊണ്ട് ആ തിരക്കിനിടയിൽ മറ്റെല്ലാവരെക്കാളും മുന്നിലേക്കെത്താനും അങ്ങനെ ഖുറൈശി പ്രമുഖന്മാരുടെ ഒപ്പമെത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ബന്ദിയായി പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള ഖുബൈബ് ഇബ്നു അദി എന്ന സഹാബി അവരുടെ മുന്നിലുണ്ട്. മറ്റെല്ലാവരും അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് നോക്കി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയാണ്. അതേപോലെ ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കൾക്ക് അതിന്റെ പ്രതികാരം എന്നോണമാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി അദ്ദേഹത്തിന്റെ നീളം കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി കാണാം. അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തി കുരിശിൽ തറക്കുന്നതിനു വേണ്ടി മരം അവിടെ തയ്യാറാണ്. ആ മരത്തിലേക്ക് അദ്ദേഹം നോക്കി. സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരുടെ ശബ്ദത്തിനിടയിലൂടെ ഖുബൈബിന്റെ ശബ്ദമതാ സഈദ് ഇബ്നു ആമിർ അദ്ദേഹം കേൾക്കുകയാണ്. ഇൻ ശിഅ്തും അൻ തത്റുകൂനി അർകഉ റകഅതൈൻ ഖബ്ല മസ്റഇ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ കൊല്ലപ്പെടുന്നതിന് മുമ്പായി 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് നിങ്ങൾ അവസരം നൽകണം. ഇത് കേട്ടപ്പോ അവർ ഖുറൈശികൾ അദ്ദേഹത്തിന് അവസരം നൽകി 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി.
മരിക്കാൻ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കാരം ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി. എന്നിട്ട് കഅബയിലേക്ക് മുന്നിട്ടു 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സഈദ് ഇബ്നു ആമിർ എന്ന മുസ്ലിമല്ല, യാ ലി ഹുസ്നിഹിമ വയാ ലി തമാമിഹിമ, എന്ത് മനോഹരമാണ് ആ 2 റക്അത്ത് നിസ്കാരം, എന്ത് പൂർത്തിയാണ്, എന്ത് പരിപൂർണമാണ് ആ 2 റക്അത്ത് നിസ്കാരം. എന്നിട്ട് ഖുറൈശി പ്രമുഖന്മാരെ നോക്കിക്കൊണ്ട് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലൗല അൻ തظنു അന്നി അഫൽതു الصلاة ജസ്അൻ മിൻ الموت ലസ്തക്സർതു മിൻ الصلاة, നിങ്ങൾ ഞാൻ മരണം ഭയപ്പെട്ടുകൊണ്ടാണ് നിസ്കാരം അധികരിപ്പിച്ചത് എന്ന് നിങ്ങൾ പറയും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിസ്കാരം കുറച്ചത്. എനിക്ക് ആ പേടിയില്ലായിരുന്നെങ്കിൽ, ആ തോന്നലില്ലായിരുന്നെങ്കിൽ ഞാൻ നിസ്കാരം അധികരിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ثم شهد قومه بعين رأسه وهو يمثلون. അങ്ങനെ സഈദ് ഇബ്നു ആമിർ നോക്കി കാണുകയാണ്. അദ്ദേഹം ജീവനോടെ നിൽക്കവെ തന്നെ ഖുബൈബ് ഇബ്നു അദിയുടെ ശരീരഭാഗങ്ങളിൽ ഓരോന്നും മുശ്രിക്കീങ്ങൾ മുറിച്ചു മാറ്റുന്നത്, അദ്ദേഹത്തിന്റെ അവയവങ്ങൾ അത് മുറിച്ചു മാറ്റുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, ജീവനോടെ തന്നെ അദ്ദേഹത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബു അൻ യകൂന മുഹമ്മദുൻ മകാനക വഅൻത നാജിൻ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകുകയും നീ രക്ഷപ്പെടുകയും ചെയ്യുന്നത് നിനക്ക് താല്പര്യമുണ്ടോ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഏതാവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ഥാനത്താവുകയും നീ രക്ഷപ്പെടുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ആമിനൻ വാദിഅൻ ഫി അഹ്ലി വവലദി വഅന്ന മുഹമ്മദൻ യുഖറു ബിശൗക. എനിക്കിഷ്ടമില്ല ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കുന്നു, ആ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ഉള്ളത് അവിടെ ഒരു മുള്ളു ബാധിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ഒരു മുള്ളു ബാധിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് അദ്ദേഹം ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ അവരോട് പറയുകയാണ്. മരണം മുന്നിൽ കണ്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഇത് കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന തടിച്ചുകൂടിയ ആളുകൾക്കെല്ലാം വിഭ്രാന്തി പിടിക്കുകയാണ്. അവർ കൈകൊണ്ട് ആകാശത്തേക്ക് ആംഗ്യം കാണിക്കുകയും അവനെ കൊല്ലൂ എന്നുറക്കെ ഒച്ചയിടാനും തുടങ്ങി. ثم أبصر سعيد بن عامر خبيبا يرفع بصره إلى السماء. എന്നിട്ട് സഈദ് ഇബ്നു ആമിർ നോക്കി കാണുന്നത് എന്താണ്? ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മരത്തിലേക്ക് നോക്കുകയും ആകാശത്തേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്സിഹിം അദദ, അല്ലാഹുവേ ഇവരുടെ ഈ എണ്ണം നീ കണക്കാക്കണമേ, അവരിൽ ഒരാളെ പോലും നീ വെറുതെ വിടരുത്. വഖ്തുൽഹും ബദദ, അവരെ എല്ലാം ഒന്നടങ്കം നീ നശിപ്പിച്ചു കളയണമേ. വലാ തുഗാദിർ മിൻഹും അഹദ, അതിൽ ഒരാളെ പോലും നീ അവശേഷിപ്പിക്കരുത് എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കവിത പാടി, വലസ്തു ബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ശഖ്ഇൻ കാന ലില്ലാഹി മസ്റഇ. ഞാൻ മുസ്ലിമായി കൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ഏത് ഭാഗത്തേക്ക് ഏത് രൂപത്തിൽ മരണപ്പെട്ടു വീണാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. وذلك في ذات الإله وإن يشاء يبارك على أوصال شلب الممزع. എൻ്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയ അവയവങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് മരിച്ചു വീഴുന്നതെങ്കിൽ അവൻ അതിൽ ബറക്കത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഖുബൈബ് റളിയല്ലാഹു അൻഹു തന്റെ അവസാന ശ്വാസം വലിക്കുകയാണ്.
അദ്ദേഹത്തിന് എത്ര മുറിവുകളും അമ്പുകൊണ്ടുള്ള കുത്തുകളും ലഭിച്ചിട്ടുണ്ട് എന്ന് ഒരാൾക്കും മനസ്സിലാകുന്നില്ല. അത്രയധികം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഖുറൈശികൾ ഇത് കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചുപോയി. അവർക്ക് ബാധിച്ച തിരക്കുകൾ കാരണം ഹുബൈബിനെ കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും മറന്നുപോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന യുവാവായിരുന്ന സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ സംഭവം മനസ്സിൽ നിന്ന് പോകുന്നില്ല. സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കത്തിലും അതേപോലെ ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഹുബൈബ് ഇബ്നു ആദി റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, അതേപോലെ അദ്ദേഹത്തിന്റെ ആ നിസ്കാരമാണ്. ആ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നിസ്കരിച്ച ആ 2 റക്അത്ത് നിസ്കാരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ആകാശത്ത് നിന്ന് ഒരു ഇടിനാദം വന്നുകൊണ്ട് ഞാൻ നശിക്കുമോ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഞാൻ ആഴ്ന്നു പോകുമോ, അല്ലെങ്കിൽ ആകാശത്ത് നിന്നൊരു പർവ്വതം അല്ലെങ്കിൽ ഒരു കല്ല് വന്ന് ഞാൻ മരണപ്പെടുമോ, ഞാൻ നശിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന കാരണം, ഹുബൈബിന്റെ പ്രാർത്ഥന കാരണം. അങ്ങനെ ഈ സംഭവം നേരിട്ട് കണ്ട സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ജീവിതത്തിൽ ആദർശം എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വിശ്വാസം, അഖീദ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനു വേണ്ടിയായിരിക്കണം ജീവിതം. അതേപോലെ ആ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ എത്ര പ്രയാസവും അത് നിസ്സാരമായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഈമാൻ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര വലിയ പ്രയാസമാണെങ്കിലും അതൊന്നും വലുതായി തോന്നുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അതേപോലെ സഹാബിമാരെല്ലാവരും ഇത്രയധികം സ്നേഹിക്കണമെങ്കിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനല്ലാതെ മറ്റാരുമല്ല. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പ്രവാചകനല്ലാതെ മറ്റാരുമായിരിക്കാൻ സാധ്യതയില്ല. ഈ 3 കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇസ്ലാമാണ് ശരിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഒരു സംഘം ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് താൻ ഇസ്ലാം സ്വീകരിച്ച കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ ഖുറൈശികൾ ചെയ്ത ഈ തിന്മകൾ, ഈ വൃത്തികേടുകൾ, അതിൽ നിന്നെല്ലാം ഞാൻ വിദൂരനാണ്, ഞാൻ അതിലൊന്നും പങ്കുകാരനല്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് ഹിജറ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖൈബറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തൃപ്തനായ നിലയിലാണ് പ്രവാചകൻ മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിനുശേഷം ഖലീഫമാരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി അദ്ദേഹം മാറുകയാണ് സഈദ് ഇബ്നു ആമിർ. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർക്ക് വേണ്ട പ്രിയപ്പെട്ട ഒരാളായി സഈദ് മാറി. അദ്ദേഹം ദുനിയാവ് വിറ്റുകൊണ്ട് പരലോകം വാങ്ങിയ ആളാണ്. അല്ലാഹുവിന്റെ തൃപ്തി അതിനുവേണ്ടി മറ്റെല്ലാം ത്യജിച്ച വ്യക്തിയാണ്. സ്വന്തം ദേഹേച്ഛകളെക്കാൾ അല്ലാഹുവിനും റസൂലിനും കൂടുതൽ സ്ഥാനം നൽകിയ ആളാണ്. അതുകൊണ്ട് തന്നെ 2 ഖലീഫമാർക്കും സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അറിയാമായിരുന്നു. അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ ഇവർ 2 പേരും കേൾക്കുമായിരുന്നു.
അതിൽപ്പെട്ട ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ തുടക്ക കാലഘട്ടം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഉമർ ഉസീക അൻ തഖ്ശ അല്ലാഹ ഫിന്നാസ്, ജനങ്ങളുടെ വിഷയത്തിൽ താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. വലാ തഖ്ശ അന്നാസ ഫില്ലാഹ്, വലാ തഖ്ശ അന്നാസ ഫില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ താങ്കൾ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. വഅല്ലാ യുഖാലിഫ ഖൗലുക ഫിഅലക, താങ്കളുടെ വാക്കും പ്രവർത്തനവും അത് എതിരാകാതിരിക്കട്ടെ. അത് രണ്ടും എതിരാകാൻ പാടില്ല. ഫഇന്ന ഖൈറൽ ഖൗലി മാ സദ്ദഖഹു അൽ ഫിഅലു, ഏറ്റവും നല്ല സംസാരം അതിനെ പ്രവർത്തനങ്ങൾ കൊണ്ട് പിന്തുണച്ചതാണ്. വർത്തമാനത്തിൽ മാത്രമല്ല കാര്യമുള്ളത്, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് സഈദ് ഇബ്നു ആമിർ നൽകുന്ന ഉപദേശമാണ്. എങ്ങനെയായിരിക്കണം ഭരണാധികാരികൾക്ക് ഉപദേശം നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി അതാണ്. അതല്ലാതെ ആളുകൾക്കിടയിലും പള്ളി മെമ്പറുകളിലുമല്ല ഭരണാധികാരികളെ ഉപദേശിക്കേണ്ടത്. മറിച്ച് ഭരണാധികാരികളോട് നേരിട്ടാണ് അവരുടെ കുറവുകളും അവർക്ക് വേണ്ട ഉപദേശങ്ങളും നൽകേണ്ടത്. അതാണ് സഹാബത്തിന്റെ മാതൃക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, യാ ഉമർ അഖിം വജ്ഹക, താങ്കൾ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കണം. വലിമൻ വല്ലാക അല്ലാഹു അംറഹു മിൻ ബഈദിൽ മുസ്ലിമീന വഖരീബിഹിം, മുസ്ലിമീങ്ങളിൽ അടുത്ത ആളുകളും വിദൂരത്തുള്ള ആളുകളും എല്ലാവരുടെ വിഷയവും താങ്കൾ കൂടുതൽ ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. വഹിബ്ബ ലഹും മാ തുഹിബ്ബു ലിനഫ്സിക വഅഹ്ലി ബൈതിക, അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശമാണ്. വഹിബ്ബ ലഹും മാ തുഹിബ്ബ ലിനഫ്സിക, താങ്കൾ സ്വന്തത്തിന് വേണ്ടി എന്തെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം താങ്കൾ മറ്റു മുസ്ലിങ്ങൾക്കും വേണ്ടി ഇഷ്ടപ്പെടണം. അതേപോലെ താങ്കളുടെ വീട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം മറ്റു മുസ്ലിമീങ്ങൾക്കും വേണ്ടി താങ്കൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതേപോലെ താങ്കൾ സ്വന്തത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വെറുക്കുന്നുണ്ടോ അതെല്ലാം മറ്റുള്ള മുസ്ലിമീങ്ങൾക്കും വെറുക്കേണ്ടതുണ്ട്. താങ്കളുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതെല്ലാം മറ്റു മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും വെറുക്കേണ്ടതുണ്ട്. അതേപോലെ ഹക്കുകൾ, ബാധ്യതകൾ അത് കൃത്യമായി വീട്ടേണ്ടതുണ്ട്. വലാ തഖഫ് ഫില്ലാഹി ലൗമത ലായിം, അതേപോലെ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാളുടെ ആക്ഷേപവും പേടിക്കേണ്ടതില്ല. ആരാക്ഷേപിച്ചാലും അല്ലാഹുവിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഉമർ തിരിച്ചു ചോദിച്ചു, വമയ്യത്തതിഉ ദാലിക യാ സഈദ്, ഓ സഈദ്, ആർക്കാണ് ഈ പറഞ്ഞതെല്ലാം സാധിക്കുക? അദ്ദേഹം പറഞ്ഞു, യസ്തതിഉഹു റജുലുൻ മിസ്ലുക, താങ്കളെ പോലെ ഒരാൾക്ക് അത് സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ള താങ്കളെ പോലുള്ള ആളുകൾക്ക് അത് സാധിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. നോക്കൂ, ഇസ്ലാമിൽ സ്വന്തം കാര്യം മാത്രമല്ല, സ്വന്തം കാര്യം നോക്കി നടക്കുക എന്നത് മാത്രമല്ല, സ്വന്തത്തിന് എന്തെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. സ്വന്തം കാര്യം നോക്കി നടക്കുക, സ്വന്തം രക്ഷപ്പെടുക എന്നതല്ല, മറ്റുള്ളവരും എല്ലാവരും മുസ്ലിമീങ്ങൾ ആയ സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. സ്വന്തത്തിന് വേണ്ടി എന്തെല്ലാമാണോ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം അവർക്കും ലഭിക്കണം എന്ന ചിന്തയുണ്ടാവുക. അങ്ങനെ ഇതിനെ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ താങ്കൾ സഹായിക്കണം, എന്റെ ഒരു മന്ത്രി എന്ന നിലക്ക് താങ്കൾ എന്നെ സഹായിക്കണം. യാ സഈദ് ഇന്നാ മുവല്ലൂക അലാ അഹ്ലി ഹിംസ്, താങ്കളെ ഞാൻ ഹിംസ് എന്ന പ്രദേശത്തിന്റെ ഭരണം നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, യാ ഉമർ നശത്തുക, ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്ത് താങ്കളോട് പറയുന്നു, അല്ലാ തഫ്തിനനി, താങ്കൾ എന്നെ കുഴപ്പത്തിലാക്കരുത്, എന്നെ ഫിത്നയിലാക്കരുത്, പ്രശ്നത്തിലാക്കരുത്.
എന്നെ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് എന്നെ താങ്കൾ കുഴപ്പത്തിലാക്കരുത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. വൈഹക്കും വദഅതും ഹാദൽ അംർ, ഈ ഖിലാഫത്ത്, ഈ കാര്യം എന്റെ തലയിൽ നിങ്ങൾ വെച്ചു, എന്നെ നിങ്ങൾ ഏൽപ്പിച്ചു, എന്റെ പെരടിയിൽ നിങ്ങൾ ഈ ഖിലാഫത്ത് വെക്കുകയും എന്നിട്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട് മാറി നിൽക്കുകയാണോ? എന്നിൽ നിന്ന് വിട്ട് അകന്നു നിൽക്കുകയാണോ? വല്ലാഹി ലാ അദഉ, അല്ലാഹു തന്നെ സത്യം, താങ്കളെ ഞാൻ ഒഴിവാക്കുകയില്ല. എന്നിട്ട് ഹിംസ് എന്ന പ്രദേശത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി സഈദ് ഇബ്നു ആമിറിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, വഖാല അലാ നഫ്രിഖു ലക റിസ്ഖ, താങ്കൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഞാൻ ചെയ്തു നൽകട്ടെയോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, വമാ അഫഅലു ബിഹി യാ അമീറൽ മുഅ്മിനീൻ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അമീറൽ മുഅ്മിനീൻ? ഫഇന്ന അതാഇ മിൻ ബൈത്തിൽ മാലി യസീദു അൻ ഹാജതി, താങ്കൾ എനിക്ക് ബൈത്തുൽ മാലിൽ നിന്ന് തരുന്ന സമ്പത്ത് തന്നെ എന്റെ ആവശ്യത്തെക്കാൾ കൂടുതലുണ്ട്. സുമ്മ മദാ ഇലാ ഹിംസ്, എന്നിട്ട് അദ്ദേഹം ഹിംസ് എന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. وما هو إلا قليل حتى وفد على أمير المؤمنين بعض من يثق بهم من أهل حمص. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹിംസ് പ്രദേശത്ത് നിന്ന് കുറച്ച് ആളുകൾ, വിശ്വസ്തരായ കുറച്ച് ആളുകൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, ഉക്തുബൂ ലി അസ്മാ ഫുഖറാഇക്കും, നിങ്ങളിൽ ദരിദ്രരായ ആളുകളുടെ പേര് നിങ്ങൾ എനിക്ക് എഴുതി നൽകണം. ദരിദ്രരായ ആളുകൾ, അവരുടെ പേര് നൽകണം. എന്തിനാണ്? ഹത്താ അസുദ്ദ ഹാജതുഹും, അവരുടെ ആവശ്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. ഫറഫഉ കിതാബൻ ഫഇദാ ഫീഹി ഫുലാൻ വഫുലാൻ വസഈദ് ഇബ്നു ആമിർ, ഇന്ന വ്യക്തികളുടെ പേരുകൾ അതിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വസഈദ് ഇബ്നു ആമിർ എന്ന പേരും അതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ സഈദ് ഇബ്നു ആമിർ, ആരാണ് സഈദ് ഇബ്നു ആമിർ? ഖാലു അമീറുന, അവർ പറഞ്ഞു ഞങ്ങളുടെ അമീറാണ്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, അമീറുക്കും ഫഖീർ, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ ഭരണാധികാരി ദരിദ്രനാണ്? ഖാലു നഅം, അവർ പറഞ്ഞു അതെ. വല്ലാഹി ഇന്നഹു ലതമുറു അലൈഹി അൽഅയ്യാം അത്വാൽ വലാ യൂഖദു ഫീ ബൈതിഹി നാർ, അദ്ദേഹത്തിന് ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകാറുണ്ട്. വലാ യൂഖദു ഫീ ബൈതിഹി നാർ, അദ്ദേഹത്തിന്റെ വീട്ടിലാകട്ടെ അടുപ്പ് പോകാറില്ല, അടുപ്പിൽ തീയുണ്ടാവാറില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹത്തിന് കടന്നു പോകാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുനീരാകട്ടെ അത് താടി രോമങ്ങൾ മുഴുവൻ നനച്ചു കുതിർത്തു. എന്നിട്ട് സുമ്മ അമദ ഇല അൽഫി ദീനാർ, എന്നിട്ട് 1000 ദീനാർ ഒരു കിഴിയിലാക്കിക്കൊണ്ട് അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് ഇത് സഈദിന് നൽകണം, എന്റെ സലാം അദ്ദേഹത്തിന് പറയണമെന്ന് പറഞ്ഞയച്ചു. ലഹു, അങ്ങനെ ഈ സംഘം ആളുകൾ സഈദ് ഇബ്നു ആമിറിന്റെ അടുക്കലേക്ക് പോയി ഈ ഒരു സംഖ്യയുമായി കൊണ്ട്. എന്നിട്ട് ഇത് നൽകി. എന്നിട്ട് പറഞ്ഞു, ബഅസ ഇലൈക അമീറുൽ മുഅ്മിനീൻ ബിഹാദൽ മാൽ ലിതസ്തഈന ബിഹി അലാ ഖളാഇ ഹാജാതിക, നിന്റെ ആവശ്യങ്ങൾ, താങ്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയതാണ് ഈ സമ്പത്ത്. അത് നിങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി നൽകിയതാണ്, അത് താങ്കൾ എടുത്തുകൊള്ളുക. അങ്ങനെ ഈ കിഴിയുമായി ഈ വിവരം വന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥയാകെ മാറുകയാണ്. അദ്ദേഹം പറയാൻ തുടങ്ങി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഇത് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അദ്ദേഹം ആകെ ബേജാറായി. കഅന്നമാ നസലത് ബിഹി നാസില, അദ്ദേഹത്തിന് വലിയൊരു മുസീബത്ത്, വലിയൊരു പ്രയാസം വന്നിറങ്ങിയതുപോലെ, അദ്ദേഹത്തിന് വലിയൊരു മുസീബത്ത് ബാധിച്ചതുപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് കേട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ് പേടിച്ചുകൊണ്ട്. എന്നിട്ട് ചോദിച്ചു, മാ ശഅനുക യാ സഈദ്, സഈദ് താങ്കൾക്ക് എന്തു പറ്റി? അമാത അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ അദ്ദേഹം മരണപ്പെട്ടു, ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത്. ഖാല ബൽ അഅ്ദമു മിൻ ദാലിക്, അദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ കടുത്തതാണ് കാര്യം. ഖാലത് അഉസീബൽ മുസ്ലിമൂന ഫീ വഖഅ,
മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രയാസം ബാധിച്ചോ, ഏതെങ്കിലും യുദ്ധത്തിൽ എന്തെങ്കിലും പ്രയാസം ബാധിച്ചോ? അദ്ദേഹം പറഞ്ഞു ബൽ അഅ്ളമു മിൻ ദാലിക്, അതിനേക്കാൾ ഗൗരവമാണ് കാര്യം. ഖാലത് വമാ അഅ്ളമു മിൻ ദാലിക്, ഇതിനേക്കാൾ ഗൗരവമുള്ളത് എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞു ദഖലത് അലയ്യ ദുനിയ, ദുനിയാവ് എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, ലിതുഫ്സിദ ആഖിറതി, എന്റെ പരലോകം നശിപ്പിക്കുന്നതിനു വേണ്ടി. സമ്പത്ത് ലഭിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് എന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു, എന്റെ പരലോകം നശിപ്പിക്കുന്നതിനു വേണ്ടി. വഹല്ലത്തിൽ ഫിത്നതു ഫീ ബൈതി, എന്റെ വീട്ടിൽ അതാ ഫിത്ന, കുഴപ്പങ്ങൾ വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, ഭാര്യ പറഞ്ഞു തഖല്ലസ് മിൻഹ, തങ്ങൾ അതിൽ നിന്ന് ഒഴിവായാൽ പോരെ. അവർക്ക് ഈ വിഷയങ്ങൾ അറിയുകയില്ല, എന്താണ് സംഭവം, എത്ര പൈസയാണ് വന്നിട്ടുള്ളത്, ഇതൊന്നും അവർക്ക് അറിയുകയില്ല. ആ സ്ത്രീ പറഞ്ഞു, അവരുടെ ഭാര്യ പറഞ്ഞു, അതിൽ നിന്ന് താങ്കൾ ഒഴിവാകും. അങ്ങനെ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നീ എന്നെ ആ വിഷയത്തിൽ സഹായിക്കുമോ? ഭാര്യ മറുപടി പറഞ്ഞു അതെ. അങ്ങനെ അവർ ആ ദീനാറുകൾ ഒരുമിച്ച് കൂട്ടുകയും അതൊരു കിഴിയിലാക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റ് ദരിദ്രർക്കിടയിൽ അത് നൽകുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഷ്യാം പ്രദേശം സന്ദർശിക്കുന്നതിനു വേണ്ടി അവിടേക്ക് വരികയാണ്, അവിടെയുള്ള അവസ്ഥകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി. അങ്ങനെ ഹിംസിലേക്ക് എത്തിയപ്പോൾ, ഹിംസിന് മറ്റൊരു വിളിച്ചിരുന്ന പേര് കുവൈഫ എന്നതാണ്. അത് കൂഫ എന്നതിനെ ചെറുതാക്കിയതാണ്, ചെറിയ കൂഫ. എന്തുകൊണ്ടാണത്? ഹിംസുകാർ അവർ ധാരാളം പരാതി പറയുന്നവരാണ് അവരുടെ അമീറിനെ കുറിച്ച്. കൂഫ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കൂഫയുടെ ചരിത്രം വായിച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളും അതേപോലെ പ്രയാസങ്ങളും നിറഞ്ഞു നിന്ന സ്ഥലമാണ് കൂഫ. പ്രത്യേകിച്ച് ഉമവിയ കാലഘട്ടം, അതേപോലെ സഹാബത്തിന്റെ കാലത്തിന് ശേഷം എടുത്തു നോക്കിയാൽ കൂഫ എപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഹിംസിന് കുവൈഫ, ചെറിയ കൂഫ, എപ്പോഴും പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്, അമീർമാരെ കുറിച്ച് പരാതിയാണ്. അങ്ങനെ കുവൈഫ എന്ന് പേര് പറയാനുള്ള കാരണം. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് വന്നു. അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവിടെയുള്ള ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ് സലാം പറയുന്നതിന് വേണ്ടി. അങ്ങനെ അവർ വന്നു. അവരോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ വജദ്തു അമീറക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ അമീർ, നിങ്ങളുടെ അമീറിന്റെ ഭരണാധികാരിയുടെ വിശേഷം എന്താണ്? വീണ്ടും അവർ പരാതി പറഞ്ഞു, 4 വിഷയങ്ങളുണ്ട്, 4 പരാതികൾ ഞങ്ങളുടെ അമീറിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ട്. ഈ 4 കാര്യങ്ങളും ഓരോന്നും അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഗൗരവമുള്ള 4 കാര്യങ്ങളാണ്, 4 പരാതികൾ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിപ്പിച്ചു, ഈ പരാതിക്കാരെയും വിളിപ്പിച്ചു. വദഅഉതു അല്ലാഹ അല്ലാ യുഖയ്യിബ ظني ഫീഹി, അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയുക, ഞാൻ ദുആ ചെയ്തു സഈദ് ഇബ്നു ആമിറിനെ കുറിച്ചുള്ള ചിന്ത മോശമാകാതിരിക്കാൻ. ഒരു മുസ്ലിമിനെ കുറിച്ച് മോശമായി ചിന്തിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. സുഉദ്ദൻ, മോശം വിചാരം ഉണ്ടാവുക എന്നത് പാടില്ലാത്തതാണ്. അദ്ദേഹം പറയുകയാണ്, സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് ഈ പരാതി കേട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എന്റെ ചിന്ത മോശമാകാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫഖദ് കുൻതു അദീമ സിഖതി, എനിക്ക് അദ്ദേഹത്തെ അങ്ങേയറ്റത്തെ വിശ്വാസമാണ്. അങ്ങനെ അവർ ഈ പരാതിക്കാരും വന്നു, സഈദ് ഇബ്നു ആമിറും വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ തഷ്കൂന മിൻ അമീരിക്കും, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അമീറിനെ കുറിച്ച് പരാതി പറയുന്നത്? ഖാല, അവർ പറഞ്ഞു, ലാ യഖ്റുജു ഇലൈനാ ഹത്താ യതആല അൻ-നഹാർ, അദ്ദേഹം രാവിലെ കുറച്ച് വൈകിയിട്ടാണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്. വൈകിയാണ് അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ തഖൂലു ഫീ ദാലിക യാ സഈദ്, സഈദ് ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്തു പറയാനുണ്ട്? ഫസക്കത ഖലീല, അദ്ദേഹം കുറച്ച് സമയം മിണ്ടാതെ നിന്നു. ثم قال, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി കുൻതു അക്റഹു അൻ അഖൂല ദാലിക, ഇത് പറയാൻ എനിക്ക് ചെറിയ മടിയുണ്ട്. എന്നാൽ അമാ വ ഇന്നഹു ലാ ബുദ്ദ മിൻ, എന്നാൽ ഇവിടെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ.
فإنه ليس لأهلي خادم എൻ്റെ കുടുംബത്തിന് എൻ്റെ വീട്ടിൽ ഒരു ഖാദിമില്ല എന്നെ സഹായിക്കുന്നതിനു വേണ്ടി. فأقوم في كل صباح അങ്ങനെ ഞാൻ എല്ലാ ദിവസവും രാവിലെ തഅജീനു ലഹും അജീനഹു നമുക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ അതേപോലെ മാവ് അത് കുഴക്കുകയും അങ്ങനെ അത് കുറച്ചു നേരം കാത്തു നിൽക്കുകയും അതിനുശേഷം ആ മാവ് ഉപയോഗിച്ച് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും. എന്നിട്ട് വുളു എടുക്കുകയും വഅഖ്റുജു ലിന്നാസ് ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. അദ്ദേഹം വൈകുന്നതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ മാവ് കുഴച്ച് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി അതിനുശേഷമാണ് അദ്ദേഹം പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വൈകി വരുന്നത്. ഉമർ ചോദിച്ചു, ഫഖുൽതു ലഹു വമാ തശ്കൂന മിൻഹു അയ്ളൻ നിങ്ങൾക്കുള്ള അടുത്ത പരാതി എന്താണ്? അവർ പറഞ്ഞു, ഇന്നഹു ലാ യുജീബു അഹദൻ ബില്ലൈൽ രാത്രിയിൽ ഒരാൾക്കും അദ്ദേഹം മറുപടി നൽകുകയില്ല. രാത്രിയിൽ ഒരാളെയും അദ്ദേഹം കാണുകയില്ല. സഈദ് ഇബ്നു ആമിർ രാത്രി ഒരാളെയും കാണുകയില്ല. അതാണ് പരാതി. ഒരാൾക്കും മറുപടി പറയുകയില്ല. ഖുൽതു വമാ തഖൂലു ഫീ ദാലിക യാ സഈദ് സഈദ് ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഖാല ഇന്നി വല്ലാഹി കുൻതു അക്റഹു അൻ ഉഅ്ലിന ഹാദാ അയ്ളൻ ഇതും പരസ്യപ്പെടുത്താൻ പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അന ഖദ് ജഅൽതു അൻ-നഹാറ ലഹും രാവിലെ ഞാൻ അവർക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ പ്രജകൾക്ക് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത്. വല്ലൈല ലില്ലാഹ് എന്നാൽ രാത്രിയാകട്ടെ ഞാൻ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകളാണ് രാത്രിയിലുള്ളത്. അദ്ദേഹം രാത്രി ആർക്കും മറുപടി നൽകാത്തത് രാത്രി ഇബാദത്തുകളിലാണ് മുഴുവനായിക്കൊണ്ട്. ഖുൽതു വമാ തശുക്കൂന മിൻഹു അയ്ളൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് അടുത്ത പരാതി എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? ഖാലു ഇന്നഹു ലാ യഖ്റുജു ഇലൈനാ യൗമൻ മിന അശ്-ശഹ്ർ മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഖുൽതു വമാ ഹാദാ യാ സഈദ് സഈദ് ഈ വിഷയത്തിൽ നിനക്ക് എന്ത് പറയാനുണ്ട്, താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഖാല ലൈസ ലീ ഖാദിമുൻ യാ അമീറൽ മുഅ്മിനീൻ അമീറൽ മുഅ്മിനീൻ എനിക്കൊരു വേലക്കാരനില്ല, എന്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ മറ്റാരുമില്ല. വലൈസ ഇൻദി സിയാബുൻ ഗൈറ അല്ലദീ അലൈഹി ഞാൻ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവും എന്റെ കയ്യിലില്ല. ഫഅന അഗ്സിലുഹാ ഫിശ്ശഹ്രി മർറതൻ വഅൻതദിറുഹാ ഹത്താ തജിഫ് അങ്ങനെ ഞാൻ അത് കഴുകി ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കും. അതുകൊണ്ടാണ് എനിക്ക് ആ ദിവസം പുറപ്പെട്ടു വരാൻ സാധിക്കാത്തത്. അങ്ങനെ ഞാൻ കുറച്ച് വൈകി ആ ദിവസത്തിന്റെ അവസാനത്തിലാണ് പുറപ്പെടാറുള്ളത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നാലാമത്തെ കാര്യം എന്താണ് നിങ്ങൾക്ക് അടുത്ത പരാതിയുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖാലു തുസീബുഹു മിൻ ഹീനിൻ ഇലാ ആഖറ ഗശ്യത്തുൻ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടും. ഫയഗീബു അമ്മൻ ഫീ മജ്ലിസിൻ ചുറ്റുമുള്ള ആളുകളെ അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടമാവുകയാണ്. വമാ ഹാദാ യാ സഈദ് ഓ സഈദ് എന്താണ് സഈദ് ഈ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇതിനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഷഹീദ്തു മസ്നഅ ഖുബൈബ് ഇബ്നു അദി വഅന മുശ്രിക് ഞാനൊരു മുശ്രിക്കായിരുന്ന സമയത്ത് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണം ആ വേള ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ മരണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വറൈതു ഖുറൈശൻ തുഖത്തിഉ ജസദഹു അദ്ദേഹത്തിന്റെ ശരീരം ജീവനോടെ മുറിച്ചു മാറ്റുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. വഹിയ തഖൂലു ലഹു അവർ ഖുബൈബിനോട് ചോദിക്കുന്നത്, അതുഹിബ്ബു അൻ യകൂന മുഹമ്മദുൻ മകാനക നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആവുകയും അങ്ങനെ നീ രക്ഷപ്പെടുകയും ചെയ്യുന്നത് ഇഷ്ടമുണ്ടോ എന്നാ ചോദ്യം. ഫയഖൂലു വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ആമിനൻ ഫീ അഹ്ലി വവലദി വഅന്ന മുഹമ്മദൻ തശൂഖുഹു ഷൗക ഞാൻ നിർഭയനായിക്കൊണ്ട് വീട്ടിലിരിക്കുകയും പ്രവാചകൻ ഒരു മുള്ളു വാദിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. وإني والله ما ذكرت ذلك اليوم وكيف أني تركت نصرته إلا ظننت أن الله لا يغفر لي അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ ദിവസം ചിന്തിച്ചിട്ടുണ്ടോ, ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ആ മനുഷ്യനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചില്ലല്ലോ,
അതുകൊണ്ട് അല്ലാഹു എങ്ങാനും എനിക്ക് പുറത്തു തന്നില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോധം അത് നഷ്ടപ്പെടും. ആ ദിവസം ആലോചിച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ സന്ദർഭത്തിൽ സഹായിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുഖയ്യിബ് വന്നി ബിഹി. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അദ്ദേഹത്തെ കുറിച്ച് എന്റെ ചിന്ത ഞാൻ മോശമാക്കിയിട്ടില്ല. എന്നിട്ട് ثم بعث له ب1000 دينار ليستعين بها على حاجته. എന്നിട്ട് 1000 ദീനാറുകൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സഹായമായി നൽകുകയാണ്. فلما رأتها زوجته قالت له. ഇത് തന്റെ ഭാര്യ കണ്ടപ്പോൾ അവർ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അഗ്നാനാ മിൻ ഖിദ്മതിക് അൻ ഖിദ്മതിക് ഇശ്തരി ലനാ മുന. നമ്മുടെ ആവശ്യങ്ങൾ ഈ പൈസ കൊണ്ട് നിറവേറ്റാം, ഒരു ഖാദിമിനെ നമുക്ക് വാങ്ങാം, അതേപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് ഭാര്യ പറഞ്ഞു. ആ ഭാര്യയോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, വഹല്ലക ഫീമാ ഹുവ ഖൈറുൻ മിൻ ദാലിക്. അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു നൽകട്ടെ. ഖാലത് വമാ ദാക. അതെന്താണ് ആ കാര്യം? ഖാല നദ്ഫഉഹാ ഇലാ മൻ യഅതീനാ ബിഹാ വനഹു അഹ്വജു മാ നകൂനു ഇലൈഹാ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കാര്യം നമ്മൾ കൂടുതൽ ചെയ്യാൻ അർഹരാണ്, ആ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ആവശ്യക്കാരാണ്. ഏതാണ് ആ കാര്യം എന്ന് ഭാര്യ തിരിച്ചു ചോദിച്ചു. ഖാല നുഖ്രിദുഹാ അല്ലാഹ ഖർദൻ ഹസന. അല്ലാഹുവിന് ഒരു കടമായി നമുക്ക് ഈ സമ്പത്ത് നൽകാം, അല്ലാഹുവിന് ഒരു കടമായി നൽകാം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത്, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്ത്, അത് അല്ലാഹുവിന് നൽകുന്ന ഒരു കടമായാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം, അത് അല്ലാഹു നാളെ പരലോകത്തെത്തിയാൽ തിരിച്ചു നൽകുന്നതാണ്. അതിനേക്കാൾ നല്ലതായി, അതിനേക്കാൾ ഇരട്ടിയായി അല്ലാഹു തിരിച്ചു നൽകും. ഭാര്യ പറഞ്ഞു, അതെ നഅം ജുസീത ഖൈറ, അതെ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലാഹുവിന്റെ പ്രതിഫലം അത് ലഭിക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ദീനാറുകൾ അത് വിഹിതം വെക്കുകയാണ്. അവർ പറഞ്ഞു, അത് ഓരോന്ന് ഭാഗങ്ങളാക്കി, ഇന്നത് ഇന്നയാൾക്ക് കൊടുക്കണം, ഇത് ഇന്ന വിധവക്ക് നൽകണം, ഇത് ഇന്ന യതീമിന് നൽകണം, ഇത് ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്ന ആൾക്ക് നൽകണം. ഇങ്ങനെ ആ സമ്പത്ത് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ച് തീർത്തു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നൽകിയ സമ്പത്താണ്, അതെല്ലാം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയാണ്. റളിയല്ലാഹു അൻ സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി وقد كان من الذين يؤثرون على أنفسهم ولو كان بهم خصاصة. അല്ലാഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. കാരണം എന്താ? فقد كان من الذين يؤثرون على أنفسهم. സ്വന്തത്തിന് ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ സ്ഥാനം നൽകിയ വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ സഹാബിയാണ് സഈദ് ഇബ്നു ആമിർ. അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറിയ ഒരു വിവരണം അവസാനിപ്പിക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടുതൽ സ്ഥാനം നൽകുക, സ്വന്തത്തിന് ആവശ്യമുണ്ടായിരിക്കുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. അൻസാരികളെ കുറിച്ച്, മുഹാജിറുകൾ, അവർ മക്ക ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന അവരെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ കാര്യമാണ്. അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ അവർ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം, സ്ഥാനം നൽകുന്നവരാണ്. മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന ആളുകൾ, അവരെ സഹായിച്ചത് അൻസാറുകളാണ്. അവർക്കുണ്ടായിരുന്നതെല്ലാം, അതിൽ നിന്നെല്ലാം പകുതി നൽകിയ സഹാബിമാരുണ്ട്. അങ്ങനെ മുഹാജിരീങ്ങളെ സഹായിച്ച ആളുകളുണ്ട്, അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ. അതേപോലെ ഒരുപാട് പാഠങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അനുഭവിച്ച പീഡനം, മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ വകവരുത്തിയത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഏകദേശം ഹിജറക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു.
3 വർഷം രഹസ്യ പ്രബോധനത്തിന്റെ കാലമാണ്. 4ാമത്തെ വർഷം മുതൽ പരസ്യ പ്രബോധനം ആരംഭിച്ചു. അന്ന് മുതൽ മുശ്രിക്കീങ്ങൾ അവരുടെ ദീനിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ അങ്ങേയറ്റം പീഡിപ്പിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുടങ്ങിയാൽ ആലു യാസിർ കുടുംബം, സുമയ്യയും യാസിറും അമ്മാറും, ഇങ്ങനെ ഒരുപാട് സ്വഹാബിമാർ തുടക്കകാലത്ത് ഒരുപാട് പീഡനങ്ങൾ സഹിച്ചവരാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ ദീനിൽ പ്രവേശിച്ചതിന് ശേഷം അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല. അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. എന്നാൽ അവർ ഈ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അതെത്രയാണ്? ഈ ദീൻ എത്തിച്ചു നൽകുന്നതിനു വേണ്ടി, ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി. അതേപോലെ അല്ലാഹുവിന്റെ ഈ ദീൻ അത് ഈ ലോകത്ത് പ്രചരിക്കുന്നതിനു വേണ്ടി അവർ എത്രയാണ് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളത്. മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ അദ്ദേഹം വളരെ ധനികനായിരുന്ന, ഭംഗിയുണ്ടായിരുന്ന സ്വഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. തുടക്കകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യസ്രിബിലേക്ക്, മദീനയിലേക്ക് ആദ്യകാലത്ത് അയച്ചിട്ടുണ്ട്. മദീനയിലുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിനു വേണ്ടി. മദീനയിൽ അദ്ദേഹം ചെന്നതിനു ശേഷം ഒരു വീട്ടിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാത്ത 1-2 ആളുകൾ ഓരോ വീട്ടിലും ഉണ്ടായിട്ടില്ല. ഓരോ വീട്ടിലും 1-2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ മദീനയിൽ മൊത്തം ഇസ്ലാം പ്രചരിച്ചത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രചരണത്തിലൂടെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ അദ്ദേഹം പതാകവാഹകനായിരുന്നു. അദ്ദേഹത്തിന്റെ വലത്തെ കൈ, അതിലായിരുന്നു പതാക പിടിച്ചിരുന്നത്. അത് മുശ്രിക്കീങ്ങൾ അറുത്തുമാറ്റി. അത് മാറ്റിയപ്പോൾ ഇടത്തെ കൈയിലേക്കാക്കി. ഇടത്തെ കൈയും അദ്ദേഹം മുറിച്ചു മാറ്റി. അങ്ങനെ അദ്ദേഹം ഷഹീദാവുകയാണ്. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച സഹാബിമാർ, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയേണ്ടതില്ല. അതേപോലെ സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി, അതേപോലെ ഖബ്ബാബ് ഇബ്നു അൽ-അറദ്, അദ്ദേഹം ഒരു കൊല്ലനായിരുന്നു. ഇരുമ്പുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ യജമാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരുന്നു. അവർ അദ്ദേഹത്തെ ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ച കമ്പികൾ അദ്ദേഹത്തിന്റെ പുറത്ത് ശരീരത്തിൽ വെക്കുമായിരുന്നു. അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു. ഇങ്ങനെ ശാരീരികമായ ഒരുപാട് ഉപദ്രവങ്ങൾ സഹാബത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആദ്യത്തെ ഹിജറ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആദ്യമായി മുസ്ലിമീങ്ങൾ ഹിജറ പോയി ഹബശയിലേക്ക്. ആ ഹബശയിലേക്ക് പോയ ഹിജറയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ അവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സ്വഹാബിമാർ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, നജാഷിയുടെ അടുക്കലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തുടക്ക കാലഘട്ടത്തിൽ ചില പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബൂ ഫുക്കൈഹ, അതേപോലെ സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾക്കും അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് ഈ പീഡനങ്ങൾ? ഈ കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച, അതിനെല്ലാം നിയന്ത്രിക്കുന്ന എന്നെയും നിങ്ങളെയും നാം എല്ലാവരെയും, നമ്മുടെ പിതാക്കന്മാരെയും നമുക്ക് മുൻപുണ്ടായിരുന്നവരെയും ഇനി വരാനുള്ളവരെയും സൃഷ്ടിക്കുകയും അതിനെല്ലാം വളർത്തുകയും ചെയ്ത അങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഇതിനെല്ലാം ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുകയും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ച പീഡനങ്ങളാണ്. അതുകൊണ്ട് ഈ ആദർശം തൗഹീദ് എന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളതായിരിക്കണം. കാരണം അതിനുവേണ്ടിയായിരുന്നു സ്വഹാബത്ത് ഈ ത്യാഗങ്ങളൊക്കെ ത്യജിച്ചിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്. ഈ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് അവരുടെ ജീവിതം മുഴുവൻ അവർ മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ ഉള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. റജീഅ എന്നാണ് ആ ചരിത്രം അറിയപ്പെട്ടിരുന്നത്. 10 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് മുശ്രിക്കീങ്ങൾ അവരെ പിന്തുടരുകയും
അവരെ ആക്രമിക്കുകയും ചെയ്തു. അവർ ചെറിയ മലകളുള്ള കുന്നുകളുള്ള ഒരു പ്രദേശത്ത് ആയിരിക്കുകയാണ് മുശ്രിക്കീങ്ങൾ അവരെ വളയുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ഒരു മലയിലേക്ക് കയറി രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ ചെറിയൊരു ഏറ്റുമുട്ടൽ നടന്നു. മുശ്രിക്കീങ്ങൾ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ വകവരുത്തി, 4 സഹാബിമാരൊഴികെ. അങ്ങനെ അവസാനം ആ ഏറ്റുമുട്ടലിൽ 3 ആളുകളാണ് ബാക്കിയായിട്ടുള്ളത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു, അതേപോലെ സയ്യിദ് ഇബ്നു ദിസിന്ന, അതേപോലെ മറ്റൊരു സഹാബിയും. അങ്ങനെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, താങ്കൾ അടിയിലേക്ക് ഇറങ്ങി വന്നാൽ, താഴേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട്, നിങ്ങളെ ആക്രമിക്കുകയില്ല. അങ്ങനെയാണ് അവർ ഇറങ്ങി വരാൻ തയ്യാറാകുന്നത്. എന്നാൽ അതിലൊരാൾ, ഞങ്ങൾ മുശ്രിക്കീങ്ങളുടെ ഈ വാക്കിൽ വഞ്ചിതരാവുകയില്ല, ഇറങ്ങി വരികയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അദ്ദേഹത്തെ മുശ്രിക്കീങ്ങൾ വകവരുത്തി കളഞ്ഞു. ബാക്കിയുള്ള 3 ആളുകളും താഴേക്ക് ഇറങ്ങി, ഖുബൈബും സയ്യിദ് റളിയല്ലാഹു അൻഹു, അതേപോലെ മറ്റൊരു സഹാബിയും. അങ്ങനെ ഇവർ 3 പേർ ഇറങ്ങിയ സമയത്ത് തന്നെ ഇവരെ 3 പേരെയും പിടിച്ച് ബന്ധിക്കുകയാണ്. അതിനുശേഷം ഇത് കണ്ടപ്പോൾ 3-മതുണ്ടായിരുന്ന സഹാബി അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളുടെ 1-മത്തെ ചതിയാണ്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെയില്ല എന്ന് പറഞ്ഞപ്പോൾ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെയും വകവരുത്തി കളഞ്ഞു. ബാക്കിയുണ്ടായിരുന്ന 2 ആളുകൾ, അതിൽ ഒരാളാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയും സയ്യിദ് ഇബ്നു ദിസിന്നയെയും മുശ്രിക്കീങ്ങൾ അവർ മക്കയിലേക്ക് കൊണ്ടുപോവുകയും മറ്റൊരു ഗോത്രത്തിന് അവരെ വിൽക്കുകയും ചെയ്തു. അങ്ങനെ കുറെ ദിവസം അവർ ബന്ദിയായി കഴിഞ്ഞു. അങ്ങനെ അവസാനം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ചരിത്രമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബന്ദിയായിരിക്കെ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു കുട്ടി, അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ ഒരു കത്തിയുണ്ട്. അത് രോമങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വാങ്ങിയതാണ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ. ആ കത്തി കയ്യിലിരിക്കെ ഒരു കുട്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആകെ പേടിച്ചുപോയി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയെ കൊല്ലുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തി വലിച്ചെറിയുകയാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ ആ കുട്ടി ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഇതേപോലെ ഇത്രയും മനോഹരമായി, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ബന്ദിയെയും ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ കറാമത്തിന്റെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ബന്ദിയായിരിക്കെ ആ മക്കയിൽ ലഭിക്കാത്ത മുന്തിരി അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ കറാമത്തിൽപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഇവരെല്ലാവരും കൂടി നഈമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതേപോലെ നിരവധി പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് കാണാം. അതിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളെ കുറിച്ച് മോശമായി ചിന്ത വെക്കാതിരിക്കുക. അത് പാടില്ലാത്ത കാര്യമാണ്. സുഉദ്ദൻ, മോശം ചിന്ത വെക്കുക മുസ്ലിമീങ്ങളെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇജ്തനിബു കസീറൻ മിനൽ-ളൻ, നിങ്ങൾ അധിക ഊഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന ബഅദ-ളന്നി, ഊഹങ്ങളിൽ ചിലത് പാപമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദൻ, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്ന വദ്ദന അക്ദബുൽ ഹദീസ്, ഊഹം പറയുക എന്നത് അത് കളവിൽപ്പെട്ടതാണ്. അതേപോലെ അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്, മോശമായി പറയരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അവരായിരിക്കാം നിങ്ങളെക്കാൾ നല്ലവർ. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ, ഒരു സ്ത്രീകളും മറ്റു സ്ത്രീകളെ മോശമായി പറയാൻ പാടില്ല, കാരണം അവരായിരിക്കും ഈ പറയുന്നവരെക്കാൾ നല്ല ആളുകൾ. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസു, നിങ്ങൾ മോശമായ പേരുകൾ പരസ്പരം വിളിക്കരുത്, വൃത്തികേടുകൾ പരസ്പരം വിളിക്കരുത്. മോശമായ പേരുകൾ, മൃഗങ്ങളുടെ പേരുകൾ, അതേപോലെയുള്ള മോശമായ പേരുകൾ പരസ്പരം വിളിക്കാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം വൃത്തികേട് വിളിക്കുക എന്നത് എത്ര മോശമാണ്. അതേപോലെ അല്ലാഹു പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ഹംസും ലംസും,
ആംഗ്യം കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് നാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ആണ്, ബിഹസ്ബി ഇംറിഇൻ മിനശ് ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമിന് തിന്മയായി മതിയായതാണ് മറ്റൊരാളെ വന്ന് കൊച്ചാക്കി കാണുക, ചെറുതാക്കി കാണുക എന്നത്. അത് തന്നെ ഒരു മുഅ്മിനിന് തിന്മയായി മതിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരം വെക്കുക എന്നത് പാടില്ലാത്തതാണ്. അതിൽ വിചാരണ ചെയ്യപ്പെടുന്നതുകൊണ്ട് വിചാരണ ചെയ്യപ്പെടാത്ത ഊഹങ്ങളുമുണ്ട്. അതിൽ വിചാരണയില്ലാത്ത, ശിക്ഷയില്ലാത്ത ഊഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്നതാണ്. പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വന്നു, എന്നാൽ അത് ഉടനെ നീക്കി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കുക എന്നത് പാടില്ലാത്തതാണ്. അത് പല ഇനമുണ്ട്. കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളെ കുറിച്ച് മോശമായി പറയുക എന്നത് പാടില്ലാത്തതാണ്. അതിൽ ഹറാമായ ഊഹങ്ങളുണ്ട്, അതേപോലെ ഹറാമല്ലാത്ത ഊഹങ്ങളുമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ മോശം വിചാരിക്കുക അത് പാടില്ലാത്തതാണ്, ഹറാമായ കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശമായത് വിചാരിക്കുക എന്നത് പാടില്ലാത്തതാണ്. അതാകട്ടെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുക, അള്ളാഹുവിന് പ്രതീക്ഷയില്ലാതിരിക്കുക. അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾ അവർ ശിർക്കിലേക്ക് കടന്നു പോകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ ദുആകൾക്കും ഉത്തരം നൽകുന്നവനാണ്, എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക? എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരാളും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അത് എത്ര വലിയ ആളായാലും. കാരണം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും കൈകൾ ഉയർത്താൻ പാടില്ലാത്തതാണ്. അള്ളാഹു അല്ലാത്ത ആരെല്ലാം ഉണ്ടോ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് മലക്കുകളായാലും നബിമാരായാലും ഔലിയാക്കന്മാരായാലും സാലിഹീങ്ങളായാലും അവരെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരത്തിൽ നിന്നാണ് അതെല്ലാം ഉണ്ടാവുന്നത്. അതേപോലെ നബിമാരെ കുറിച്ച്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശം വിചാരിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അതാണ് ഇന്ന് യുക്തിവാദികളുടെയും മറ്റും സംസാരങ്ങൾ കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ ഒരാൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരവും അങ്ങനെയുള്ള എഴുത്തുകളും ഒന്നും വായിക്കാതിരിക്കുക, കേൾക്കാതിരിക്കുക. നമ്മുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നവർ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കിയവർ, അവർക്കറിയാം ഈ ദീൻ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന്. അത് എല്ലാവരുടെ മുന്നിലും തുറന്നു വെക്കുക എന്നത്, അതിലേക്ക് എല്ലാ വൃത്തികേടുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റുക എന്നത്, എന്നിട്ട് അവസാനം ദീനിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ മോശമായി വിചാരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞതായി കാണാം. അതേപോലെ ഇത് ഒരുപാട് ഇനങ്ങളുണ്ട് മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കുക എന്നത്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു എത്ര നിർഭയത്വത്തിലാണ് നമ്മെ എല്ലാവരെയും ഈ നാട്ടിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ ഇന്നുവരെ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ ദീൻ ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും അല്ലാഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. الله تعالى أعلم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.